ഒരല്പം കൂടി ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു മനുഷ്യനെന്ന് വിളിക്കാമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ. കെ.ബി. ഗണേഷ് കുമാർ വിഷയത്തിൽ ഭാര്യ ഇങ്ങനെ പല വെളിപ്പെടുത്തലുകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ വിളിച്ച് ഓരോന്ന് പുലമ്പുന്നത് കാണുമ്പോൾ ഒരു മനുഷ്യനാണോ നിങ്ങളെന്ന് ചോദിക്കാൻ തോന്നുകയാണ്. ഒരു നാണവും മാനവും ഇല്ലാതെ വെള്ള വസ്ത്രമിട്ട് ഇങ്ങനെ വന്ന് വെറുതെ നിന്നിങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞത് മുഴുവൻ ഏതോ കാലഘട്ടത്തിൽ മറഞ്ഞു പോയതുപോലെയാണ് രാഹുലിൻ്റെത്. കെ.ബി. ഗണേഷ് കുമാറിന്റെ പിതാവ് അതൊരു മകനാണ് എന്ന് പേരിന് മാത്രമേ ഗണേഷിനെ കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞത് സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമങ്ങളെ കുറിച്ച്, ഈ നാട്ടിൽ അതിജീവിതമാർ ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ രാഹുൽ ഇങ്ങനെ വിളിച്ചു പറയാ. രാഹുലെ 2-3 ചോദ്യങ്ങളുണ്ട്. ഈ നാട്ടിൽ നിന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ 2 ആഴ്ചയോളം സംസ്ഥാന അതിർത്തി കടന്ന് ഒരു കൊടും ക്രിമിനൽ നടക്കുന്നത് പോലെ നടന്നത് നിങ്ങളല്ലേ? പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങളിൽ നീ എന്താണ്, ഹൂ കെയേഴ്സ്, നിന്റെ ഗർഭത്തിന് ഞാൻ എന്തിനാണ് ഉത്തരവാദിത്വം പറയുന്നത്, അതിനെ നീ കളയുക തന്നെ വേണം എന്ന് പറഞ്ഞത്, വീണ്ടും വീണ്ടും നിർബന്ധിച്ച് ബലാത്സംഗത്തിന് ഇരയാക്കിയത്, ഇങ്ങനെ എത്ര കാര്യങ്ങൾക്കാണ് ഇന്നും മറുപടിയില്ലാതെ പാലക്കാടിന്റെ ചായക്കടയിൽ പരിപ്പുവട കഴിച്ച് നിങ്ങൾ ഇരുന്നത്. മാധ്യമങ്ങൾ വന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ഇല്ലാതെ നിങ്ങൾ ചായ കുടിച്ച് മൈക്കൊന്ന് മാറ്റിയിരുന്നെങ്കിൽ ഈ ചായ ഒന്ന് കുടിച്ചു തീർക്കാമായിരുന്നു എന്ന ഉളുപ്പില്ലാതെ വൃത്തികേട് പറഞ്ഞ മനുഷ്യ ഇന്ന് വന്ന് കെ.ബി. ഗണേഷ് കുമാറിനെ കുറിച്ച് പറയാൻ. ഈ ലോകത്ത്, ഈ കേരളത്ത്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് രാഷ്ട്രീയ ബോധ്യമുള്ളവർ മുഴുവൻ നിങ്ങളെ അളന്നിട്ട് കഴിഞ്ഞു. ഏറ്റവും വലിയ ബലാത്സംഗ പീഡന വീരനും ക്രൂരമായ സൈക്കോളജിക്കൽ ഇഷ്യൂവുമുള്ള ഒരു സൈക്കോപാത്താണ് നിങ്ങളെന്ന്. എന്നിട്ട് രാഷ്ട്രീയ കേരളത്തിന് മുമ്പിൽ വന്ന് നിന്ന് ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ അംഗവിക്ഷേപം ഉണ്ടാക്കുമ്പോൾ ഉളുപ്പില്ലാത്ത, നെറിയില്ലാത്ത, വൃത്തികെട്ട വഞ്ചകനായ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഇന്നത്തെ രാഷ്ട്രീയ കേരളം കണ്ടു കഴിഞ്ഞു പോയത് എന്നുള്ളതാണ്.